പെർഫോമൻസിന് ശേഷം അടുത്തതായിട്ട് നമ്മുടെ മുമ്പിൽ പെർഫോം ചെയ്യാൻ എത്തുന്നു അനുശ്രുതി മനു. എന്റെ മനസ്സിലൊരു നാണം, ഓ എന്റെ മനസ്സിലൊരു നാണം. ഈ പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പാട്ടാണ്. ഇത് തേന്മാവിൻ കൊമ്പത്ത് എന്ന മൂവിയിലെ ഒരു നല്ലൊരു സോങ് ആണ്. എനിക്കിത് പാടുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ ശോഭന ചേച്ചിയുടെ എക്സ്പ്രഷൻസ് ആണ്. അതൊരു കലക്കൻ എക്സ്പ്രഷൻസ് തന്നെ അല്ലേ. അപ്പോൾ അത് ഭയങ്കര എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പോൾ അതിൽ നമ്മുടെ നെടുമുടി വേണു ചേട്ടൻ്റെ എക്സ്പ്രഷൻസും നമ്മുടെ ശോഭന ചേച്ചിയുടെ എക്സ്പ്രഷൻസും പ്രത്യേകിച്ച് നമ്മുടെ ലാലേട്ടൻ്റെ എക്സ്പ്രഷൻസ് അത് പിന്നെ പറയണ്ടല്ലോ, അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ എനിക്ക് ഈ സോങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് സുജാത ചേച്ചിയാണ് പാടിയിരിക്കുന്നത്. ഇനി ഈ പാട്ടാണ് ഇപ്പോൾ സ്റ്റേജിലേക്ക് പാടാൻ പോകുന്നത്. ഇനി എങ്ങനെയാണെന്നോന്ന് അറിയില്ല. അവസര ബച്ചൻ സാറൊക്കെയാണ് മുമ്പിലിരിക്കുന്നത്. ദൈവമേ എന്തായിരിക്കും എൻ്റെ കാര്യം എനിക്ക് തന്നെ അറിയില്ല. ഇത് മുമ്പേ ഞാൻ പറഞ്ഞ പോലെ KKPP, അതായത് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി. അപ്പോൾ ഇത് കിട്ടാൻ പോയി അല്ലെങ്കിൽ പോയാൽ കിട്ടി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കണം. ും
ചോദിക്കാനും നാണം അല്ലേ? അതെ. ഉണ്ടായിരുന്നോ? എന്താണ് പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. എല്ലാരും കാണുന്നല്ലേ? അങ്ങനെയൊന്നുമില്ല. അതാണോ? നമുക്ക് എല്ലാരും ഇറക്കി വിടാം. വേണ്ട വേണ്ട വേണ്ട. നമുക്ക് ഇനി അടുത്ത പെർഫോമൻസിന് ഡാൻസ് ഒക്കെ കാണാം കേട്ടോ. അതെ, ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് പേടി കഴിഞ്ഞു, പാട്ടൊക്കെ പാടി കഴിഞ്ഞു. എന്തായാലും പാടി കഴിഞ്ഞു. അപ്പൊ കൂളല്ലേ? കൂളാ. നമുക്ക് കൂളായിട്ട് നമുക്ക് യോയുവിന്റെ അടുത്ത് ചോദിച്ചാൽ എങ്ങനെ പെർഫോമൻസ്? യോയുടെ അടുത്ത് ചോദിക്കാം. യെസ്. രഞ്ജിത്തേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? എന്റെ പേരിനെ നിങ്ങൾ യോയോ എന്ന് മാറ്റിയില്ലേ? ഇതേതോ ഒരു പടത്തിലെ കോമഡി ക്യാരക്ടർ അല്ലേ ഈ യോയോ? ഇല്ല, അപ്പടി ഇല്ലപ്പാ, നമ്മ സ്ട്രൈറ്റ് യോയോ. സ്ട്രൈറ്റ് യോയോ. ഓക്കെ. അനുശ്രുതി, എന്തോ സർ? ലുക്കിംഗ് വെരി പ്രിറ്റി ഇൻ ദാറ്റ് നൈസ് റെഡ് ഡ്രസ്. താങ്ക് യു സർ. വളരെ ക്യൂട്ടായിരുന്നു അനുശ്രുതിയുടെ പെർഫോമൻസ്. താങ്ക് യു. ചെറിയ ചെറിയ മൂവ്സും വല്ലാതെ ഒന്നും ഇല്ലാതെ, ഐ മീൻ ഐ എം സേയിങ് വളരെ ക്യൂട്ടായിരുന്നു. ആ സോങ്ങിന്റെ ഒരു ക്യൂട്ട്നെസ് ഐ തിങ്ക് അനുശ്രുതിയുടെ വോയിസിലുണ്ടായിരുന്നു, താങ്ക് യു. അനുശ്രുതിയുടെ ആക്ഷൻസിലും ഉണ്ടായിരുന്നു. താങ്ക് യു. സോ ഐ thoroughly enjoyed it. Very cute performance. താങ്ക് യു. All the best. താങ്ക് യു സർ. ഓക്കെ. ഔസിപ്പച്ചൻ സർ, എങ്ങനെ ഉണ്ടായിരുന്നു അനുശ്രുതിയുടെ പെർഫോമൻസ്? അനുശ്രുതി ഒരു കൊച്ചുകുട്ടിയാണ് അല്ലേ? അതെ. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഒരു കുട്ടിത്തം പാട്ടിനുണ്ടാവുന്നത് നല്ലതാ അല്ലേ? അതെ. അപ്പൊ ആ പാട്ട് മോള അതിന്റെ തുടക്കം ഒന്ന് പാടിയ ജസ്റ്റ് അല്ല, അത് നമ്മൾ ശ്രദ്ധിക്കണം. പാടുന്നതിന് മുമ്പ് എന്തേ പോരുത്. എന്തേ മനസ്സിനൊരു നാണം. ആ നാണം എന്തേ മനസ്സിനൊരു നാണം. ഒറിജിനൽ ഇല്ലെങ്കിൽ പോലും നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഒറിജിനൽ അവർ അന്ന് പാടി പിന്നെ രണ്ടാമത് അവർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ പാടുമ്പോൾ ട്രൈ ടു ഗിവ് ലിറ്റിൽ എക്സ്ട്രാ ന്യൂആൻസസ് ടു ദാറ്റ്. ഇത് ഈ പെർഫോമൻസ് മോശമാണെന്ന് ഒട്ടും ഞാൻ പറയുന്നില്ല, നന്നായിട്ടുണ്ട്. ബട്ട് യു ക്യാൻ ഇംപ്രൂവ് ദാറ്റ് വേ. ഒറിജിനൽ ഒറിജിനൽ ശരിക്കും പാടിയിട്ടില്ല എന്നുള്ള ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് വേണം നമ്മളിത് അവതരിപ്പിക്കാൻ. യു ഗോട്ട് ഇറ്റ് ബിക്കോസ് യു നോ മ്യൂസിക് അല്ലേ? മ്യൂസിക് പഠിക്കുന്നുണ്ട്. ആൻഡ് യു ഹാവ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, സാറിന്റെ കമാൻഡ്സും ചോദിച്ചു. നമുക്ക് ശ്രീറാം സർ, എങ്ങനെ ഉണ്ടായിരുന്നു അനുക്കുട്ടിയുടെ പെർഫോമൻസ്? അനുക്കുട്ടി സൂപ്പറായിട്ട് പാടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇത് പറഞ്ഞ ഇതിൻ്റെ ആ പോർഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള പോർഷൻ ഞാൻ പറയാം. അതായത് ഈ നമ്മളിപ്പോൾ കർണാടിക് ഒക്കെ ക്ലാസിക്കലായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അനുക്കുട്ടിക്ക് അത് ആ പാട്ടിന് എന്തൊക്കെയാണ് സംഭവം എന്നുള്ളതൊക്കെ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഈ സംഗതികളുണ്ടല്ലോ, ഈ ഫാസ്റ്ററായിട്ട് പാടുന്ന സംഭവങ്ങളുണ്ടല്ലോ, അത് ചില സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. ചിലതൊക്കെ എക്സ്ട്രാ ആണ് നമ്മൾ പാടുന്നത്. അപ്പോൾ എക്സ്ട്രാ ആയിട്ട് പാടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അടുത്ത ഇത് പാടാൻ നമുക്ക് കുറച്ച് വിഷമം വരും. നമുക്ക് സമയം